ഹായ് എവരിവൺ. ഇന്ന് എൻ്റെ കയ്യിൽ നല്ല കൊള്ളി ഉടച്ച് വേവിച്ചതും കൂന്തൽ റോസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം നമുക്ക് ആദ്യം. കുട്ടൂന് കടുക് പൊട്ടണത് പേടിയാട്ടോ, അവന് ഓടിപ്പോയി. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വഴന്നു വന്നു കേട്ടോ. അപ്പം നമുക്ക് സവോള 4 സവോളയാണ് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടു, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ടു കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറണ വരെയും നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ നന്നായി വഴറ്റി കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ചിട്ടിടാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴേക്ക് ഈ തക്കാളിയൊക്കെ നല്ലപോലെ അതിൽ വെന്ത് പിടിച്ചിട്ട് വരട്ടെ. അപ്പോൾ അത് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള കൂന്തലുണ്ട് കേട്ടോ അവിടെ, അതിട്ട് കൊടുക്കാം. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്നൊക്കെ ഉള്ളത് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കയറി കാണണേ. ഇതിനി നന്നായി ഇളക്കി പിടിപ്പിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന്ന് തന്നെ വെള്ളം ഊർന്ന് വന്നിട്ട് ഇത് വെന്തോളും. അപ്പം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നന്നായി വെള്ളം വന്നിട്ടുണ്ട്. ഇതിന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി തുറന്ന് വെച്ച് തന്നെ ഒന്ന് വെള്ളം വറ്റിച്ച് വരട്ടിയെടുക്കാം. അപ്പോഴേക്കും അത് നന്നായി വെന്തോളും. അധികം വേവൊന്നുമില്ല അതിന്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊള്ളി ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂന്തൽ റോസ്റ്റും കൂടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തളും കൊള്ളിയും കൂടിയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ.